ഗിറ്റാർ പഠിക്കാൻ വേണ്ടി ഗിറ്റാർ വാങ്ങിക്കും. പഠിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാവും കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ ഇത്. മടുപ്പ് വരും സ്വാഭാവികമായിട്ട്. എനിക്കിതുവരെ മടുപ്പ് വന്നിട്ടില്ല. നമ്മൾ താല്പര്യത്തോടെ ഒരു സാധനം പഠിക്കുമ്പോൾ അതിൻ്റെ പ്രോഗ്രസ് നമുക്ക് തന്നെ കാണാൻ പറ്റുവാണെങ്കിൽ പൊളിയല്ലേ. ചെറിയൊരു താല്പര്യം മാത്രം പോരാ. മ്യൂസിക് എന്ന് പറഞ്ഞാൽ വേർത്തിനൊരു സംഭവമാണ്. അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങേയറ്റം താല്പര്യം വേണം മൊത്തേ. എത്രയോ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് പഠിപ്പിച്ചു തരും. ഗിറ്റാർ വാങ്ങാൻ വേണ്ടി ഓൺലൈനിൽ പോയവരുണ്ട്, പർച്ചേസ് ചെയ്ത് ക്യാൻസൽ ചെയ്ത്, പർച്ചേസ് ചെയ്ത് വീട്ടിൽ വെച്ചവരുണ്ട്, പർച്ചേസ് ചെയ്ത് വീട്ടിൽ വെച്ച് അത് എടുത്ത് വായിച്ച് നോക്കിയവർ വരെയുണ്ട്. പക്ഷെ പഠിക്കാൻ വേണ്ടി ഒരു മെനക്കെട്ട ഒരു രീതിയിലുള്ളൊരു മൂവ് ആരും ഞാൻ പറഞ്ഞിട്ട് അവരെടുത്തിട്ടില്ല. ഇത് താല്പര്യം മാത്രം പോരാ ഈ സാധനം പഠിക്കാൻ. സ്നേഹിക്കണം മ്യൂസിക്കിനെ. ആദ്യം എനിക്കെന്ത് അവിടെ ഇതെല്ലാം എങ്ങനെ വായിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുക. ബട്ട് നൗ ഐ ക്യാൻ ഡു ദിസ്. ഐ ക്യാൻ ഡു എനിത്തിങ് വിത്ത് മ്യൂസിക്. അങ്ങനെ ഞാൻ എൻ്റെ കോൺഫിഡൻസ് പറയുന്ന ഓക്കെ. ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ഞാൻ ഭയങ്കര മ്യൂസീഷ്യനാണെന്നൊന്നല്ല പറയുന്നത്. ഞാനൊരു കോമൺ ഫാക്റ്റ് ഞാൻ പറഞ്ഞു തരുന്നതാണ്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും പോകണ്ട, യൂട്യൂബ് നോക്കുക, പഠിക്കുക. നീ എന്ത് നാടെ പഠിപ്പിച്ച് തരാത്തത് എനിക്ക്? ഇങ്ങനെയുള്ള സംസാരമൊന്നും വേണ്ട. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കും, തന്നാലെ പഠിക്കും ഓട്ടോമാറ്റിക്കലി.